നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് ബുധനാഴ്ചകളിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ്. അതിനോടൊപ്പം തന്നെ ഈ മാസത്തിലെ രേവതി നക്ഷത്ര പൂജയുടെ സമയവും പറയുന്നുണ്ട്. ആദ്യം തന്നെ ഈ മാസം ഉത്രട്ടാതി നക്ഷത്രം വരുന്ന സമയം പറയാം. ഗോപൂജ ചെയ്യുന്ന സമയം പറയാം. ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് നമ്മൾ ഗോപൂജ ചെയ്യാറുള്ളത്. ഉത്രട്ടാതി നക്ഷത്രം തുടങ്ങുന്നത് ഇന്ന് തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് ശേഷം ആരംഭിച്ച് നാളെ ചൊവ്വാഴ്ച വൈകുന്നേരം 4:15 വരെയും ഉത്രട്ടാതി നക്ഷത്രമുണ്ട്. വീടിനടുത്ത് പശു ഉള്ളവർക്ക് നേരിട്ട് തന്നെ പോയി പശുവിന് പൂജ ചെയ്യാം. അല്ലെങ്കിൽ പശുവിന് 2 പഴമൊക്കെ കൊടുത്ത് പശുവിന്റെ പുറകു ഭാഗത്ത് തൊട്ട് തൊഴുത് നമസ്കരിച്ച് തിരിച്ചു വരാവുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ നമ്മൾ പശുവിന് പുല്ല്, പഴം, അതിനോടൊപ്പം തന്നെ കുറച്ച് ചെറുപയർ തലേ ദിവസം തന്നെ എടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് അതിൽ ശർക്കര കൂടി ഇട്ട് കുതിർത്ത് വേണം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ഗോപൂജ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. എന്തിനാണ് നമ്മൾ ചെറുപയറും ശർക്കരയും ഒന്നിച്ചാക്കി പശുവിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഉത്രട്ടാതി നക്ഷത്രം വരുന്ന ദിവസം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കും. പശുവിന് ഏതൊരു ഭക്ഷണം കൊടുത്താലും അതിൻ്റെതായിട്ടുള്ളൊരു പുണ്യം ലഭിക്കും. ശർക്കര കൊടുക്കാവുന്നതാണ്, അതിനും അതിൻ്റെതായിട്ടുള്ളൊരു ഫലമുണ്ട്. ഓരോ വസ്തുക്കൾ കൊടുക്കുന്നതിനും ഓരോ ഫലങ്ങളാണുള്ളത്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ മറ്റൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും എല്ലാവരുടെ വീട്ടിലും ചെറുപയർ ഉണ്ടായിരിക്കും. ഒരു പിടി ചെറുപയറും ഒരുണ്ട ശർക്കരയും കൂടി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് അടുത്ത ദിവസം രാവിലെ ഉത്രട്ടാതി നക്ഷത്രമുള്ള സമയത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ പശുവൊന്നും അടുത്തൊന്നും ഇല്ല എന്നുള്ളവർക്ക് വീട്ടിൽ ചെറിയ ഒരു പശുവും കിടാവും ആയിട്ടുള്ള ചെറിയ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വിഗ്രഹമോ വാങ്ങിവെച്ച് ആ ഒരു സ്റ്റാച്യുവിന് പൂജ ചെയ്യാവുന്നതാണ്. നിങ്ങൾ സ്റ്റാച്യുവിന് പൂജ ചെയ്തിട്ട് പശുവിന് പഴം കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുമോ ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. മാസത്തിൽ ഒരിക്കൽ ഉത്രട്ടാതി നക്ഷത്രം വരുമ്പോൾ മാത്രം ഇത് ചെയ്താൽ മതി. ഗോപൂജ എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ദിവസവും ചെയ്യാമെന്നുണ്ടെങ്കിലും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ചെയ്യുന്നതിന് കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കും. അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരേ ഒരു ദിവസം ഉത്രട്ടാതി നക്ഷത്രം മിസ് ചെയ്യാതെ ചെയ്യാൻ ശ്രമിക്കുക. പശുക്കളൊന്നും അടുത്തില്ലാത്തവരാണെങ്കിൽ പോലും 3 മാസമോ 6 മാസത്തിലോ ഒരിക്കൽ ഗോശാലയിൽ പോയി ഈ കാര്യങ്ങളൊക്കെ പശുവിന് ഭക്ഷണം കൊടുക്കുക, പശുവിന് തൊട്ട് തൊഴുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പാപങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടുമെന്നുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ചെയ്ത പാപങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതെന്ത് പാപമാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഗോപൂജ എല്ലാ മാസവും ചെയ്യുന്നത് വഴി ഒരളവ് വരെയും നമ്മുടെ പാപങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടും. അതുവഴി നമുക്ക് ഭാഗ്യവും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ഒക്കെ തന്നെ ലഭിക്കും. ഉത്രട്ടാതി നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ രേവതി നക്ഷത്രമാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള നക്ഷത്രമാണ് രേവതി നക്ഷത്രം. ലക്ഷ്മി പൂജ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ധനവരവുണ്ടാകുന്നതിന്, പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കുന്നതിന്, അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാമ്പത്തികപരമായി ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ മാസവും വരുന്ന രേവതി നക്ഷത്രത്തിൽ മഹാലക്ഷ്മിയെ പൂജിക്കാവുന്നതാണ്. രേവതി നക്ഷത്ര പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. മൈ ഡിവൈൻ വർഷിപ്പ് രേവതി നക്ഷത്രം എന്ന് എൻ്റർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലാണ് രേവതി നക്ഷത്ര പൂജ ചെയ്യേണ്ടത്. ഇപ്രാവശ്യം രേവതി നക്ഷത്രം വരുന്നത് ചൊവ്വാഴ്ച 4:15 മുതൽ അടുത്ത ദിവസം ബുധനാഴ്ച 4 മണി വരെയുള്ള സമയമാണ്. അപ്പോൾ ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ചെയ്യാം. ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് 7:45 മുതൽ 8:45 വരെയുള്ള സമയം വളരെ നല്ല സമയമാണ്. ഗുരുഹോരയും രേവതി നക്ഷത്രവും ഒന്നിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ ട്യൂസ്ഡേ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഫോളോ ചെയ്യാവുന്നതാണ്. ബുധനാഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ ബുധനാഴ്ച ഏതൊരു സമയത്തും ചെയ്യാം. ബുധനാഴ്ച രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലോ അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള ബുധഹോരയിലോ ചെയ്യാവുന്നതാണ്. വൈകുന്നേരം 4 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും രേവതി നക്ഷത്ര പൂജ ചെയ്യാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സിന് പേഴ്സണൽ ഡൗട്ട്സ് ചോദിക്കുന്നതിന് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്.
ഇന്ന് ഞാൻ പറയുന്നത് ബുധനാഴ്ചയും അഷ്ടമി തിഥിയും ഒന്നിച്ചു വരുന്നത് കൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ചൊല്ലേണ്ട ഒരു നാമത്തെ കുറിച്ചാണ്. ബുധനാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ചൊല്ലുന്ന ഒരു നാമമുണ്ട്, മഹാലക്ഷ്മിയുടെ ഭാഗ്യസിദ്ധി മന്ത്രം. ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധനധാന്യ സമൃദ്ധി ദേഹി ദേഹി നമ. ഇത് 108 തവണയാണ് ബുധനാഴ്ചകളിൽ ചൊല്ലേണ്ടത്. 108 തവണ ചൊല്ലാൻ സാധിക്കാത്തവർക്ക് 27 തവണ ചൊല്ലിയാലും മതി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഒരു നാമം ബുധനാഴ്ചകളിൽ ചൊല്ലി ഒരുപാട് പേർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെയും അത് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബുധനാഴ്ച രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ ഈ ഒരു നാമം ചൊല്ലി ദേവിക്ക് അർച്ചന ചെയ്യാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അർച്ചന ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നാമം മാത്രം ചൊല്ലിയാൽ മതി. നെയ്ദീപം കൊളുത്തി വേണം ചൊല്ലേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറയുന്നത് ബുധനാഴ്ചയും അഷ്ടമി തിഥിയും ഒന്നിച്ചു വരുമ്പോൾ ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ്. കാരണം ചില ആഴ്ചകളിൽ ചില തിഥികൾ വരുമ്പോൾ അത് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. കറുത്തവാവ് തിങ്കളാഴ്ച വരികയാണെങ്കിൽ അത് സോമാവതി അമാവാസ്യ എന്ന പേരിൽ വളരെയധികം വിശേഷമാണ്. അതുപോലെയാണ് ചൊവ്വാഴ്ച ചതുർത്ഥി വരുമ്പോൾ അങ്കാരക ചതുർത്ഥി എന്നാണ് പറയാറുള്ളത്. ബുധനാഴ്ച അഷ്ടമി വരുമ്പോൾ ബുധാഷ്ടമി എന്നാണ് പറയുന്നത്. ബുധാഷ്ടമിക്ക് മറ്റ് ദിവസങ്ങളിൽ അഷ്ടമി വരുന്നതിനേക്കാൾ പ്രാധാന്യവുമുണ്ട്. അതുപോലെ മറ്റൊന്നാണ് പൂയം നക്ഷത്രം വ്യാഴാഴ്ച വരുമ്പോൾ ഗുരുപുഷ്യയോഗം എന്ന് പറയുന്നത്. അങ്ങനെ ഒരാഴ്ചയും ഒരു പ്രത്യേക നക്ഷത്രമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തിഥിയോ വരുമ്പോൾ വളരെയധികം മംഗളകരമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അതായത് പൂജകളോ വഴിപാടുകളോ നാമജപങ്ങളോ ഒക്കെ ആ ഒരു ദിവസം ചെയ്യുമ്പോൾ അതിന് മറ്റ് ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലവും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഈ ജൂലൈ 8-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് അഷ്ടമി തിഥി ഉള്ളപ്പോഴാണ്. ബുധനാഴ്ചയും അഷ്ടമി തിഥിയും ഒന്നിച്ചുള്ള സമയത്ത് വേണം ഇത് ചെയ്യേണ്ടത്. ബുധനാഴ്ച അഷ്ടമി തിഥി ഉച്ചയ്ക്ക് 12:20 വരെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിലോ അല്ലെങ്കിൽ രാവിലെ ഒരു 11 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ചെയ്യാവുന്നതാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 5 മൺവിളക്കുകൾ നമുക്ക് വേണം ഇതിനായിട്ട്. അതിൽ നെയ്യാണ് ഒഴിക്കേണ്ടത്. മഹാലക്ഷ്മിക്ക് എപ്പോഴും നെയ്യ് ഒഴിച്ച് ദീപം കൊളുത്തുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠകരം. അതുകൊണ്ട് തന്നെ 5 മൺവിളക്കുകളിലും, അതായത് ചിരാതിലും നെയ്യൊഴിച്ച് നോർത്ത് ഡയറക്ഷനിലേക്കാണ് ദീപം കൊളുത്തി വെക്കേണ്ടത്, വടക്കോട്ട്. ആ ദീപത്തിന് മുന്നിലായിട്ട് ഒരു രൂപ കോയിനും ആ കോയിന് മുകളിൽ ഒരു മഞ്ഞ പുഷ്പവുമാണ് വെക്കേണ്ടത്. മഞ്ഞപ്പൂക്കൾ എന്ന് പറയുമ്പോൾ ജമന്തിപ്പൂ വെക്കാം, അല്ലെങ്കിൽ യെല്ലോ കളറിലുള്ള റോസാപ്പൂ വെക്കാം. ഏതായാലും വെക്കാവുന്നതാണ്. ഒരേ ഒരു ജമന്തിപ്പൂവേ ഉള്ളൂ എങ്കിൽ അതിന്റെ ഇതളുകൾ കുറേശ്ശെ എടുത്ത് 5 കോയിൻസിന്റെയും പുറത്ത് വെക്കാം. ഇനി യെല്ലോ കളർ ഫ്ലവേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അതിന് പുറത്ത് വെച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് ഒരു നാമം കൂടി ചൊല്ലേണ്ടതായിട്ടുണ്ട്. 27 തവണയാണ് ഈ നാമം ചൊല്ലേണ്ടത്. ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മി കുബേരായ നമഃ. ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മി കുബേരായ നമഃ. ഇതാണ് ചൊല്ലേണ്ടത്. ഇത് നമുക്ക് എല്ലാ ബുധനാഴ്ചയും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ അഷ്ടമിയും ബുധനാഴ്ചയും കൂടി വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാതെ ചെയ്യുക. 27 ടൈംസ് ആണ് നാമം ചൊല്ലേണ്ടത്. ഇതിന് പ്രത്യേകമായി നമ്മൾ നിവേദ്യമൊന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ദീപത്തിന്റെ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. നോർത്ത് ഫേസിംഗ് ആയിരിക്കണം. നമുക്ക് സൗത്ത് ഫേസിംഗ് ഒഴിച്ച് മറ്റേതൊരു ഡയറക്ഷനിലേക്ക് ഇരുന്നും നാമം ചൊല്ലാവുന്നതാണ്. നിവേദ്യം ആവശ്യമില്ല. നാമമൊക്കെ ചൊല്ലി വിളക്ക് അണച്ചതിന് ശേഷം, അല്ലെങ്കിൽ വിളക്ക് താനെ അണഞ്ഞാലും കുഴപ്പമില്ല. 5 ദീപങ്ങളായതുകൊണ്ട് തന്നെ പല സമയത്തായിരിക്കും അത് അണയുന്നത്. വിളക്കെല്ലാം അണഞ്ഞതിനു ശേഷം ആ 1 രൂപ കോയിൻ എടുത്ത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. എല്ലാ ആഴ്ചയും ഈ ദീപം കൊളുത്തുന്നവർക്ക് ഇതേ കോയിൻ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് നിങ്ങൾക്ക് ഏത് കോയിനാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുത്താൽ മതി. ഈ 5 കോയിൻസ് നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇടേണ്ട ആവശ്യമില്ല. ഈ 5 കോയിൻസും നമുക്ക് എപ്പോഴും സൂക്ഷിച്ചു വെച്ച് ഇതുപോലെയുള്ള പൂജകൾക്കൊക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ദീപം കൊളുത്താൻ മാത്രമേ ഈ കോയിൻസ് ഉപയോഗിക്കാവൂ എന്നും ഇല്ല. വളരെ വളരെ സിമ്പിൾ ആയിട്ട് മഹാലക്ഷ്മിയുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്ന ഒരു ദീപ വഴിപാടാണിത്. ബുധനാഴ്ചകളിലാണ് ചെയ്യേണ്ടത്. ബുധനാഴ്ചയും അഷ്ടമി തിഥിയും വരുമ്പോൾ
വളരെയധികം ശ്രേഷ്ഠമാണ് ഈ ഒരു ദീപം കൊളുത്തി ഈ ഒരു നാമം 27 തവണ ചൊല്ലുന്നത്. സാധിക്കുന്നവരെല്ലാം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഭാഗ്യസിദ്ധി മന്ത്രം ചൊല്ലുന്നവരുണ്ടായിരിക്കാം. ഭാഗ്യസിദ്ധി മന്ത്രം ചൊല്ലുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ദീപം കൊളുത്തി ആദ്യം ഭാഗ്യസിദ്ധി മന്ത്രം ചൊല്ലിയതിനു ശേഷം 27 തവണ ഈ ഒരു നാമവും ചൊല്ലാം. അതിനുശേഷം രേവതി നക്ഷത്രമായതുകൊണ്ട് തന്നെ രേവതി നക്ഷത്ര പൂജയും അപ്പോൾ തന്നെ ചെയ്യാവുന്നതാണ്. ഇത് മൂന്നും നമ്മൾ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്നിച്ച് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ പ്രോബ്ലവുമില്ല. രേവതി നക്ഷത്ര പൂജയുടെ സമയം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.